ഇത് രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, തീർച്ചയായും നാം ഇതിനെ, അതായത് ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിൽ, നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് റമളാനിലായതിനാൽ ഈ മാസം നോമ്പ് അനുഷ്ഠിക്കൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. റമളാനും ഖുർആനും തമ്മിലും, റമളാനും നോമ്പും തമ്മിലും, ഖുർആനും നോമ്പും തമ്മിലുള്ള ബന്ധം എന്താണ്? റമളാൻ എന്നാൽ നോമ്പ് എന്നാണ് സമൂഹം കണക്കാക്കുന്നത്. ഖുർആനിലെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല. മാസങ്ങളിൽ വെച്ച് റമളാനിനെ അള്ളാഹു പുകഴ്ത്തി പറയുകയുണ്ടായി. മഹത്തായ ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമളാൻ കാരണമായത്. ഈ പ്രത്യേകതയോടൊപ്പം നബിമാർക്ക് അള്ളാഹുവിൻ്റെ കിതാബുകളും അവതരിപ്പിക്കുകയുണ്ടായത് റമളാൻ മാസത്തിലാണ് എന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു വ്യക്തമാക്കിയതുപോലെ മനുഷ്യവർഗത്തിന് മാർഗദർശനം നൽകുവാനും സത്യാസത്യ വിവേചനം നൽകുവാൻ വേണ്ടി അവതരിച്ചതാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ ദിവ്യഗ്രന്ഥം അവതരിച്ചത് ആ മാസത്തിലാണെന്ന നിലയ്ക്കും ഖുർആനിൻ്റെ അവതരണ സ്മരണ നിലനിർത്തുവാൻ ഉതകുന്ന നിലയ്ക്കും ആ മാസത്തെ അള്ളാഹു തിരഞ്ഞെടുക്കുകയായിരുന്നു. മറ്റുള്ള ദൈവിക ഗ്രന്ഥങ്ങൾ അവതരണവും ഇതേ മാസത്തിൽ തന്നെ ആയിരുന്നുവെന്നും ചില ഹദീസുകളിൽ പണ്ഡിതന്മാർ വിവരിക്കുന്നു. ഏതായാലും ഖുർആൻ അവതരിച്ച മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയതാകുമ്പോൾ ആ മാസത്തിൽ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും കൂടുതൽ പരിഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. ഹദീസുകളിൽ ഇതിന് പിൻബലം നൽകുന്നുമുണ്ട്. എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഖുർആൻ പാഠം നോക്കാറുണ്ടായിരുന്നുവെന്നും അവസാനത്തെ റമളാനിൽ അങ്ങനെ 2 പ്രാവശ്യം സംഭവിക്കുകയുണ്ടായിരുന്നുവെന്നും ഹദീസിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. വകാന ജിബ്രീൽ അലൈഹിസ്സലാം യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുഹുൽ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമളാനിലെ എല്ലാ രാവുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഖുർആൻ പാഠങ്ങളുടെ പരിശോധന നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ റമളാൻ മാസം ഖുർആനിൻ്റെ മാസമാണ്. അഭേദ്യമായ ബന്ധമാണ് റമളാനും ഖുർആനും തമ്മിലുള്ളത്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യപ്പെടുകയും ഏറെ ശ്രവിക്കപ്പെടുകയും പഠന വിധേയമാക്കുകയും ചെയ്യേണ്ട മാസം തന്നെയാണ് റമളാൻ. ഖുർആൻ അവതീർണമായ മാസമെന്ന നിലയിൽ ഖുർആനുമായുള്ള ഒരു പ്രത്യേക ബന്ധം വെച്ചു പുലർത്താൻ സലഫുകൾ, അതായത് മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു. ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ മറ്റു മാസങ്ങളില്ലാത്ത പരിശ്രമം റമളാനിൽ അവർ കാണിച്ചിരുന്നു അത്രേ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റമളാൻ സമാഗതമായാൽ തൻ്റെ വിജ്ഞാന സദസ്സുകൾ മാറ്റി ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴുക്കി വെക്കുമായിരുന്നു, തയ്യാറെടുക്കും.